Hi students, welcome back to our EVS class. Today we will study the first chapter of semester 2, that is our neighborhood. Standard 1 and the chapter 1 is our neighborhood. Okay. And I will show you, this is your chapter 1. Semester 2, chapter 1, our neighborhood. There are many things present around our house. Write the names of 2 things that you see around your house. അതായത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിന് ചുറ്റുപാടും ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ട് അല്ലേ? ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് 2 തിങ്സ് ദാറ്റ് യു സീ അറൗണ്ട് യുവർ ഹൗസ്. നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ള ഏതെങ്കിലും 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളവിടെ എഴുതണം. ഓക്കെ. Today we will study about neighborhood and neighbors. Okay. What is neighborhood? The area around our house is called neighborhood. അതായത് നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള ഏരിയയെ നമ്മൾ എന്തെന്ന് പറയും? നെയ്ബർഹുഡ് എന്ന് പറയും അല്ലേ? വാട്ട് ഈസ് നെയ്ബർഹുഡ്? ദ ഏരിയ അറൗണ്ട് അവർ ഹൗസ് ഈസ് കോൾഡ് neighborhood. And the people who live near our house are called neighbors. Neighbors എന്ന് പറഞ്ഞാൽ ആരാണ്? The people who live near our house are called neighbors. നമ്മുടെ വീടിന് ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും? നെയ്ബേഴ്സ് എന്ന് പറയും അല്ലേ? നമ്മുടെ വീടിന് ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്? നെയ്ബേഴ്സ് അല്ലേ? മലയാളത്തിൽ നമ്മൾ അയൽവാസികൾ എന്നൊക്കെ പറയും. അപ്പം what is neighborhood? The area around our house is called neighborhood, and the people who live near our house are called neighbors. Okay. So what do we call the people who live near our house? നമ്മുടെ വീടിന് ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുന്നത്? നെയ്ബേഴ്സ് അല്ലേ? The people who live near our house are called neighbors. Okay. And places in our neighborhood. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്ലേസസ് ആണ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത്? നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള പ്ലേസസ് എന്തൊക്കെയാണ്? എ മാർക്കറ്റ്, അതായത് ഒരു മാർക്കറ്റ് കാണും അല്ലേ? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മാർക്കറ്റ് ഹാസ് മെനി ഷോപ്സ്. മാർക്കറ്റിൽ ഒരു ഷോപ്പാണോ ഉള്ളത്? അല്ല, മാർക്കറ്റ് ഹാസ് മെനി ഷോപ്സ്. ഒരുപാട് ഷോപ്പുകൾ കാണും, ഒരുപാട് കടകൾ കാണും അല്ലേ? വി ഗോ ടു ദ മാർക്കറ്റ് ടു ബൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്ലോത്ത്സ് ആൻഡ് അതർ ഐറ്റംസ് ഓഫ് യൂസ് അല്ലേ? നമ്മൾ മാർക്കറ്റിൽ പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോകുന്നത്? വി ഗോ ടു ദ മാർക്കറ്റ് ടു ബൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്ലോത്ത്സ് അല്ലേ? നമ്മൾ മാർക്കറ്റിൽ പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിക്കാനായിട്ട്, ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട്, അതുപോലെ തന്നെ ക്ലോത്ത്സ്, ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ നമ്മൾ മാർക്കറ്റിൽ പോകാറുണ്ട്. അപ്പോൾ എ മാർക്കറ്റ് ഹാസ് മെനി ഷോപ്സ് ആൻഡ് വി ഗോ ടു ദ മാർക്കറ്റ് to buy fruits, vegetables, clothes and other items of use. Okay. And there is a school in your neighborhood. അതായത് നമ്മുടെ അടുത്ത് തന്നെയായിട്ട് ഒരു സ്കൂള് കാണും അല്ലേ? അപ്പോൾ we go to the school to study. നമ്മൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? Why we go to school? We go to school to study അല്ലേ? Okay. Look at the board. We go to school to study. നമ്മൾ എന്തിനാ സ്കൂളിൽ പോകുന്നത്? To study. S-T-U-D-Y. We go to school to study. And the name of my school is എന്താണ്? സ്കൂളിന്റെ പേര് എന്താണ്? The name of my school is MMT Public School. Okay.
MMD Public School. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. The name of my school is MMD Public School. Okay. And we go to school to study, and the name of my school is MMD Public School. Okay. And next place is park. അല്ലേ, നമ്മളെല്ലാവരും പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പാർക്കിൽ പോകുന്നത്? We go to the park to play. അല്ലേ, we go to the park to play. P-L-A-Y. We go to the park to play. Okay. A park has different types of swings. ഓക്കെ, നമ്മൾ പാർക്കിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് സ്വിങ്സ് ഒക്കെ കാണും. അതുപോലെ നമുക്ക് കളിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കാണും അല്ലേ. വി ഷുഡ് കീപ് അവർ പാർക്ക് ക്ലീൻ ആൻഡ് നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. പാർക്കിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ കാണും. വി കീപ് അവർ പാർക്ക് ക്ലീൻ. നമ്മൾ പാർക്കിൽ ചെല്ലുമ്പോഴത്തേന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അത് അവിടെ ഇവിടെയൊന്നും പാർക്കിൽ നമ്മൾ കളയരുത്. പകരം അതെവിടെ ഇടണം? ഡസ്റ്റ് ബിന്നിനകത്ത് അല്ലേ. അവിടെ ഒരു വേസ്റ്റ് ബിൻ കാണും. ആ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. അതുപോലെ തന്നെ നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. അവിടെയുള്ള ഫ്ലവേഴ്സ് ഒന്നും നമ്മൾ പ്ലക്ക് ചെയ്യാൻ പോകരുത്. ആൻഡ് നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. ഓക്കെ. And today we are studying about our neighborhood. Okay. What is neighborhood? Look at the board. What is neighborhood? The spelling of neighborhood is N-E-I-G-H-B-O-U-R. Neighborhood. H-O-O-D. Neighborhood. What is neighborhood? The area around our house is called neighborhood. അതായത് നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള പ്രദേശത്തെയാണ് നമ്മൾ neighborhood എന്ന് പറയുന്നത്. And neighbors. What is the spelling of neighbors? N-E-I-G-H-B-O-U-R-S. Neighbors. Who are neighbors? The people who live near our house. നമ്മുടെ വീടിന് ചുറ്റുപാട് താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പ്ലേസസ് ഇൻ അവർ നെയ്ബർഹുഡ്. നമ്മുടെ നെയ്ബർഹുഡിലുള്ള പ്ലേസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ് എ മാർക്കറ്റ് അല്ലേ. എ മാർക്കറ്റ് ഹാസ് മെനി ഷോപ്സ്. മാർക്കറ്റിൽ ഒരു ഷോപ്പാണ് ഉള്ളത് അല്ല, ഒരുപാട് ഷോപ്പുണ്ട്. എ മാർക്കറ്റ് ഹാസ് മെനി shops. And we go to the market to buy fruits, vegetables and clothes. Okay. And next is school. School is a place in our neighborhood. അതായത് നമ്മുടെ നെയ്ബർഹുഡിലുള്ള ഒരു പ്ലേസ് ആണ് സ്കൂൾ എന്ന് പറയുന്നത്. We go to school to study. നമ്മൾ എന്തിനാ സ്കൂളിൽ പോകുന്നത്? We go to school to study. Okay. The name of my school is MMD Public School. Write the name of your school. What is the name of your school? MMD Public School. Next is park. Okay. We go to the park to play. നമ്മൾ എന്തിനാ പാർക്കിൽ പോകുന്നത്? We go to the park to play. Okay.
we go to the park to play. A park has different types of swings. We should keep our park clean and not pluck flowers. Okay. Let us recall once again. Today we are studying about neighborhood, neighbors and places in our neighborhood. First one is market, and second school, and third one is park. Okay, this much for today. You study well. We will meet in the next class. Thank you.